അപ്പം വീണ്ടും ത്രിമധുരത്തിലെ ഒരംഗത്തിൻ്റെ അനുഭവം കേൾക്കാമല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. സമ്മാന പദ്ധതികളും കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രൂപ്പിലേക്ക് വരാൻ പറയുന്നത്. എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാമല്ലോ. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇതിനു മുമ്പ് ഞാനൊരു അനുഭവ കഥ എഴുതി അയച്ചു. സാറ് വായിച്ചു, സന്തോഷം. ഒരു മഞ്ജുളാലിൻ്റെ കഥ. അത് വായിച്ച സ്ഥിതിക്ക് ഇതുവരെയും വായിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് എഴുതാതിരിക്കുന്നത്. പക്ഷേ സാധിക്കുന്നില്ല. അതിനാലാണ് ഞാൻ വീണ്ടും എഴുതുന്നത്. എനിക്ക് ചെറിയ വലിയ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ മാർച്ച് 17-ന് കാളിയമർദ്ദനം എന്ന ഉച്ചപൂജാലങ്കാരം ഞാൻ പറയുണ്ടായി. അത് ശരിയാവുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. 19-ന് എനിക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായി വീട്ടിൽ വരികയും ചെയ്തു. ആ വിഗ്രഹം വന്ന സമയം എനിക്ക് ചന്ദനത്തിരിയുടെ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. ഞാൻ സ്വയം പറയുകയും ചെയ്തു, നല്ല മണമാണെന്ന്. ഉടൻ ഗേറ്റിൽ ഒരു ചെറിയ ശബ്ദം പോലെ തോന്നി. കൃഷ്ണവിഗ്രഹം വന്നതാവെന്ന് കരുതി ഞാൻ ഓടി. നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷെ താഴെ പടിയിൽ ഒരു പാർസല്. എൻ്റെ കൃഷ്ണവിഗ്രഹം. അപ്പോൾ ആ കൃഷ്ണൻ വന്ന സമയത്ത് തന്നെയായിരുന്നു ആ മണം വന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഒരു അനുഭവ കഥയിലെ കളഭത്തിൻ്റെ മണം എന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ സംഭവിക്കും എന്ന് ഭഗവാൻ എനിക്ക് മനസ്സിലാക്കി തന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ വിചാരിക്കും ഇങ്ങനെയൊക്കെ അനുഭവം പറയുമ്പോൾ, ഓ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇപ്പോൾ ഇതാണ് ഉത്തരം. അങ്ങനെ സംഭവിക്കും, ഉറപ്പല്ലേ. എന്താ കഥ. ഹരേ കൃഷ്ണ. വേറെന്താ വിശേഷം? ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്നോളൂ കേട്ടോ.